ചോദിക്കും. സാറിന്റെ ഭാര്യ എവിടാ? ഭാര്യയില്ല. കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുള്ളിയുടെ ഭാര്യ കളഞ്ഞിട്ട് പോയി, പുള്ളി മോശക്കാരനാണെന്ന്. അതെ, എന്റെ ഭാര്യ വേറെ ദൂരൊരു സ്ഥലത്താണ്. എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ മോശക്കാരനാണെങ്കിൽ ചന്ദ്രയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഇല്ല, ദൂരെയാ. എവിടെയാ? ദൂരെയാ, വിദേശത്താ. വിദേശത്ത്. അപ്പം ചന്ദ്രയുടെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചന്ദ്ര മോശക്കാരി എന്നല്ലേ ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം? ആണോ? അടിക്കരുത്, അടിക്കരുത് ചന്ദ്രി. കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരായോ? ഒരടി ചോദിക്കാൻ 10,000 അടി എനിക്കിട്ട് കിട്ടിയേ. ചന്ദ്രി, എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനിപ്പോ സെന്റിമെന്റ്സ് ആയിട്ട് കയറും. ചന്ദ്രിക്കറിയാവോ, സ്നേഹം കിട്ടാതെ വളർന്നവനാണ് ഞാൻ. 8 മക്കളുണ്ടായിരുന്നു. ഇനി പറയും സ്നേഹം കിട്ടിയില്ലെന്ന്. ഏറ്റവും മൂത്തത് ഞാനാണ്. എല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞപ്പം വീട്ടില് എനിക്കൊരു സ്നേഹവും കിട്ടിയില്ല. ക്ലീൻ റൂട്ട്. ഇനി പറയും അമ്മയുടെ ഒന്ന് സ്നേഹം വേണമെന്ന്. ചന്ദ്രയെ കണ്ടപ്പോ സത്യം പറഞ്ഞ സ്നേഹിക്കുന്നൊരു ഹൃദയം ഉണ്ടെന്ന് തോന്നി. അടുത്ത ലവൻ പൊളിയും, അമ്മേനെ പ്രപ്പോസ് ചെയ്യും. ചന്ദ്രി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. കുട്ട് മാറ്റി വിട്ടു. അമ്മേ, ഇത്രയും പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കോഴിയാന്ന്? നല്ലൊരു മനുഷ്യനാടാ. നല്ല മനുഷ്യൻ. അമ്മ, കേരളത്തിലെ എല്ലാ കോഴികളുടെ റൂട്ടും സങ്കടത്തിൽ തുടങ്ങി സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്നതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഈ പുള്ളി കോഴിയാന്ന്. നമുക്ക് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. അടിക്കണ്ട, പോവാം.